ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടായി പിളർന്ന് പുതിയൊരു സമുദ്രം രൂപപ്പെടാൻ പോകുന്നു എന്ന ഗവേഷകരുടെ റിപ്പോർട്ട് ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ കരഭാഗങ്ങളെല്ലാം ഒന്നിച്ചായിരുന്ന പാൻജിയ എന്ന അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ 7 ഭൂഖണ്ഡങ്ങളിലേക്ക് മാറിയതുപോലെ മറ്റൊരു മാറ്റം ഇപ്പോൾ ആഫ്രിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. കെനിയയിലെ തുർക്കാന റിഫ്റ്റ് സോണിൽ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് റിപ്പോർട്ടുകളിലുള്ളത് എന്ന് വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം പിളർക്കുന്ന പ്രതിഭാസത്തിന് കാരണം. കിഴക്കൻ ആഫ്രിക്കയിലെ വലിയ പിളർപ്പ് വഴി ഭൂഖണ്ഡം രണ്ടായി വിഭജിക്കപ്പെടുകയും അവയ്ക്കിടയിൽ പുതിയൊരു സമുദ്രം രൂപപ്പെടുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന സൂചന. ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന വലിയൊരു വിള്ളൽ എത്യോപ്യ മുതൽ മൊസാംബിക് വരെ വ്യാപിച്ചു കിടക്കുന്നു. ആഫ്രിക്കൻ പ്ലേറ്റ് ഇപ്പോൾ നൂബിയൻ പ്ലേറ്റ്, സൊമാലിയൻ പ്ലേറ്റ് ഇങ്ങനെ രണ്ടായി പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാളികൾ പ്രതിവർഷം ശരാശരി 4.7 മില്ലിമീറ്റർ വേഗതയിലാണ് പരസ്പരം അകന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 25 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ പ്രക്രിയ ഇപ്പോൾ കൂടുതൽ സജീവമായിരിക്കുകയാണ്. മുൻപ് കരുതിയിരുന്നതിനേക്കാൾ വേഗത്തിൽ ഈ പിളർപ്പ് നടക്കുന്നുണ്ടെന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ജിയോ സയന്റിസ്റ്റ് ക്രിസ്റ്റ്യൻ റോവൻ നടത്തിയ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കെനിയയിലെയും എത്യോപ്യയിലെയും ടർക്കാന റിഫ്റ്റ് എന്ന പ്രദേശം ഇപ്പോൾ നെക്കിംഗ് എന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് അവിടെ ഭൂമിയുടെ പുറംതോട് വളരെ നേർത്തതായി മാറിക്കഴിഞ്ഞു. സാധാരണ 35 കിലോമീറ്റർ കനമുള്ള പുറംതോട് ഇവിടെ വെറും 13 കിലോമീറ്ററായി ചുരുങ്ങിയിരിക്കുന്നു. ഇത് ഭൂഖണ്ഡം വേർപെടുന്നതിന്റെ അവസാന ഘട്ടത്തിന് മുന്നോടിയായുള്ള ലക്ഷണമാണ്. ഈ ഘട്ടത്തിലെത്തിയാൽ ഭൂഖണ്ഡം വേർപിരിയുന്നത് തടയാനാവില്ലെന്ന് ഗവേഷകർ പറയുന്നു. ഈ വിള്ളലിലൂടെ ഭാവിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലം ഇരച്ചു കയറുകയും ഒരു പുതിയ സമുദ്രം രൂപപ്പെടുകയും ചെയ്യും. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ വലിയ ഗർത്തങ്ങളും വിള്ളലുകളും പ്രത്യക്ഷപ്പെടുന്നത് ഈ മാറ്റത്തിന്റെ വ്യക്തമായ അടയാളങ്ങളാണ്. 2018 കെനിയയിലെ നെയ്റോബിക്കിന് സമീപം കിലോമീറ്ററുകളോളം നീളമുള്ള വലിയ വിള്ളലുകൾ ഉണ്ടായത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. മനുഷ്യായുസ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിയിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത്. ഈ വിള്ളൽ പൂർണ്ണമായി സമുദ്രമായി മാറാൻ ഇനിയും 50 ലക്ഷം മുതൽ 1 കോടി വരെ വർഷങ്ങൾ എടുത്തേക്കാം. ഈ മാറ്റം പൂർത്തിയാകുമ്പോൾ ആഫ്രിക്കൻ ഭൂപടം തന്നെ മാറും. ഇപ്പോൾ കടൽ തീരമില്ലാത്ത യുഗാണ്ട, സാംബിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഭാവിയിൽ പുതിയ കടൽ തീരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭൂമി അതിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സജീവ ഗ്രഹമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവായും ഈ പ്രതിഭാസം ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.